കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ ബീവറേജ് കല്ലമല റോഡിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പ് അറിയിച്ച് പ്രദേശവാസികൾ. കാഞ്ഞിരത്തെ KSBCയുടെ വിദേശമദ്യ ഷോപ്പ് പ്രവർത്തിച്ചുവരുന്ന കെട്ടിടം നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിൽ ഉൾപ്പെടുന്നതിനാൽ ഒഴിഞ്ഞുകൊടുക്കണമെന്ന് കെട്ടിട ഉടമസ്ഥൻ അറിയിച്ചതിനെ തുടർന്നാണ് ബീവറേജ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് ശ്രമങ്ങൾ നടന്നുവരുന്നത്. കാഞ്ഞിരപ്പുഴ പള്ളിപ്പടിയിലേക്കാണ് ഇതിനുള്ള ആദ്യ ശ്രമം നടന്നതെങ്കിലും നാട്ടുകാരുടെ എതിർപ്പ് കണക്കിലെടുത്ത് ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. കാഞ്ഞിരത്ത് തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്കാണ് പിന്നീട് ബീവറേജ് മാറ്റുന്നതിന് തീരുമാനമുണ്ടായത്. ഇത് ചില തൽപരകക്ഷികളുടെ താൽപര്യം കണക്കിലെടുത്താണ് കാഞ്ഞിരം കല്ലമല റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ ആളുകൾ താമസമുള്ള 150ഓളം വീടുകളുള്ള പ്രദേശത്തേക്ക് മദ്യഷാപ്പ് വരുന്നത് എന്തു വില കൊടുത്തും എതിർക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൽ മദ്യഷോപ്പ് അനുവദിക്കാനാകില്ല എന്നും എക്സൈസിന്റെ സ്ഥല പരിശോധനയിൽ പോലും ഈ സ്ഥലം ബീവറേജ് അനുവദിക്കുന്നതിന് അനുയോജ്യമല്ല എന്ന റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് എന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മുടെ കല്ലമല ഗ്രാമത്തിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് ഏക വഴിയാണ് ഈ കാഞ്ഞിരം റോഡ്. ഈ എൻട്രൻസിൽ ബീവറേജ് വന്നാൽ, ഈ സ്ഥല സൗകര്യം ഇല്ലാത്ത റോഡിലൂടെ ബീവറേജിൽ വന്നാൽ നമുക്ക് പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. നിലവിൽ 500-600ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ബൈ റോഡിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് വീണ്ടും അധികൃതർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ ഒരു 5-6 മാസം മുമ്പ് ഇതിൻ്റെ വിവരം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും കോടതി ഒരു 4 മാസ കാലാവധിക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇപ്പോൾ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ജനങ്ങളെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇത് തുറക്കും എന്നുള്ളൊരു വാശിയിൽ അവർ മുന്നോട്ട് പോകുകയാണെന്നുള്ളൊരു വിവരം ഞങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പെട്ടെന്ന് ഇത്രയും കുറച്ച് ആളുകൾ കൂടി ഇവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 3-ാം വാർഡിൻ്റെയും 4-ാം വാർഡിൻ്റെയും പരിധിയിൽപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് മാസങ്ങളോളായി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇതൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതെന്തായാലും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ ബിൽഡിംഗ് ഓണർ ഒരു അധ്യാപകനും കൂടി ആയിട്ടാണ് ഇതിന് കൂട്ടുനിൽക്കണമെന്നുള്ളതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.